السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തു അൽ ഹിജ്റിലെ 1 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളിലും ഭൂമിയിലും മനുഷ്യർക്ക് ചെയ്തു തന്നിട്ടുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വചനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. വേറെയും ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളാണ് തുടർന്നുള്ളത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين. وإنا لنحن نحيي ونميت ونحن الوارثون. ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين. وإن ربك هو يحشرهم إنه حكيم عليم. ولقد خلقنا الإنسان من صلصال من حمأ مسنون. والجان خلقناه من قبل من نار السموم.
وإذ قال ربك للملائكة إني خالق بشرا من صلصال من حمإ مسنون فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس أبى أن يكون مع الساجدين قال يا إبليس ما لك ألا تكون مع الساجدين قال لم أكن لأسجد لبشر خلقته من صلصال من حمإ مسنون قال فاخرج منها فإنك رجيم وإن عليك اللعنة إلى يوم الدين قال رب فأنظرني إلى يوم يبعثون قال فإنك من المنظرين إلى يوم الوقت المعلوم ഭൂമിയെ സംവിധാനിച്ചതിനെ സംബന്ധിച്ചും നമുക്കുള്ള ഉപജീവനം ഭൂമിയിൽ ഒരുക്കിയതിനെ സംബന്ധിച്ചും എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണെന്നും നിർണിതമായ ഒരളവനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഭൂമിയിലേക്ക് ഇറക്കുന്നുവെന്നും പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വ അർസൽന റിയാഹ, റീഹിൻ്റെ ജംആണ് റിയാഹ്, കാറ്റുകളെ നാം അയക്കുന്നു. വ അർസൽന അരിയാഹ ലവാഖിഹ,
ലവാഖിഹ് എന്ന് പറഞ്ഞാൽ ലാഖിഹിൻ്റെ ജംആണ് ലവാഖിഹ്. ലാഖിഹിൻ്റെ ബഹുവചനമാണ് ലവാഖിഹ്. ലാഖിഹ് എന്ന് പറഞ്ഞാൽ ലഖഹ ഔ ലഖിഹ യൽഖഹു ലഖഹൻ വ ലഖാഹ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ അതിനുണ്ട്. പ്രധാനപ്പെട്ട 2 അർത്ഥങ്ങൾ ഇളക്കി വിടുക, ഭാരമുള്ളതാക്കി തീർക്കുക, പരാഗണം ചെയ്യുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ കാറ്റുകൾ ലവാഖിഹുകളാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും റീഹ് എന്ന് ഏകവചനത്തിലാണ് ഉപയോഗിച്ചത്. ഇവിടെ റിയാഹ് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചത്. അഥവാ വ്യത്യസ്ത തരം കാറ്റുകളുണ്ട്. എല്ലാ കാറ്റും ഒരുപോലെയല്ല. സമൂഹങ്ങളെ നശിപ്പിച്ച കാറ്റുകളെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ അധികവും അരീഹ് എന്നാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ റിയാഹ് എന്നുപയോഗിച്ചു. മേഘങ്ങളുടെ ഫോർമേഷനിൽ അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത തരം കാറ്റുകളാണ്. എല്ലാം ഒരുപോലെയല്ല. മേഘങ്ങളെ ഒരുമിപ്പിക്കാൻ ഒരു കാറ്റ്, മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യിപ്പിക്കാൻ മറ്റൊരു കാറ്റ്. ആ ഡിഫറൻസ് നമുക്ക് തന്നെ മനസ്സിലാകും. ഓരോ കാറ്റിൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. ചില കാറ്റുകൾ നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ നമ്മൾ ഉറപ്പിക്കും ഇന്ന് മഴ പെയ്യും. അൽഹംദുലില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റുകളെ ലവാഖിഹായി കൊണ്ട് അയച്ചു എന്ന് പറഞ്ഞാൽ മേഘങ്ങളെ സംവിധാനിക്കുന്നതാക്കിക്കൊണ്ട്, മേഘങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതായിക്കൊണ്ട്, അതിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നതാക്കിക്കൊണ്ട് കാറ്റുകളെ നാം അയക്കുന്നു. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത് ഫഅൻസൽനാ മിനസ്സമാഇ മാഅൻ, എന്നിട്ട് ഉപരിലോകത്ത് നിന്ന് നാം വെള്ളമിറക്കുന്നു, മഴ വർഷിപ്പിക്കുന്നു. ഫഅസ്ഖൈനാകുമൂ, എന്നിട്ട് നാം അത് നിങ്ങൾക്ക് കുടിക്കാൻ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അർത്ഥം. മറ്റൊരു അർത്ഥം, വൃക്ഷങ്ങളെ, അവയുടെ ജോഡികളെ പരാഗണം ചെയ്യുക. അങ്ങനെ ആൺവൃക്ഷത്തിൽ നിന്നുള്ള പൂക്കളെ പെൺവൃക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ ഒരു മരത്തിൽ തന്നെ ഉള്ളതാണെങ്കിൽ, ഉദാഹരണത്തിന് ഈത്തപ്പന പോലെയുള്ളതാണെങ്കിൽ ആണും പെണ്ണുമൊക്കെ ഒന്നിൽ തന്നെയാണ്, പക്ഷേ ഇവ തമ്മിൽ പരാഗണം നടക്കണം. കാറ്റുകൾ അതിന് സഹായിക്കുന്നു. ഒരു സ്ഥലത്തുള്ള വിത്തിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നതിൽ കാറ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷങ്ങളുടെ ഈ നിലക്കുള്ള വിത്തുകളെ, ആൺവിത്ത് പെൺവിത്ത്, അതല്ലെങ്കിൽ അതിൻ്റെ എന്താണോ ഉള്ളത്, ഇവയെ തമ്മിൽ യോജിപ്പിക്കുന്നതിൽ കാറ്റ് പങ്കുവഹിക്കുന്നു. അങ്ങനെയാണ് പല ചെടികളും പൂക്കുന്നത്, കായ്ക്കുന്നത്, നമുക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ഉണ്ടാകുന്നത്. അതിലും കാറ്റ് പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഅർസൽന റിയാഹ ലവാഖിഹ എന്നതിന് ചെടികളെ, പൂക്കളെ, വൃക്ഷങ്ങളെ തമ്മിൽ പരാഗണം നടത്തുന്നതായി കൊണ്ടും കാറ്റിനെ നാം അയക്കുന്നു. അപ്പോൾ കാറ്റുകൾ കൊണ്ടുള്ള ഉപയോഗം ധാരാളമാണ്. അതുകൊണ്ടാണ് ശക്തമായി കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ഖൈറിൽ നിന്ന് തേടാനും അതിൻ്റെ ഷർറിൽ നിന്ന് അഭയം തേടാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഫഅൻസൽനാ മിനസ്സമാഇ മാഅൻ, ശേഷം നിങ്ങൾക്ക് ഉപരിലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു തരുന്നു. ഫഅസ്ഖൈനാകുമൂ, എന്നിട്ട് അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി വെള്ളം നൽകുന്നു. ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം അതാണ്. സഖാ യസ്ഖി എന്ന് പറഞ്ഞാൽ നേരിട്ട് കുടിക്കാൻ കൊടുക്കുക. അസ്ഖാ യുസ്ഖി എന്ന് പറഞ്ഞാൽ കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും നിങ്ങളുടെ കൃഷികൾക്കും ആവശ്യമായ വെള്ളം അള്ളാഹു നൽകുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു നനയ്ക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു കുടിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ ഫഅസ്ഖൈനാകുമു എന്ന പ്രയോഗത്തിൽ നിന്ന് 2 അർത്ഥം ലഭിക്കും. ഒന്ന്, നിങ്ങൾക്ക് കുടിക്കാൻ നൽകുന്നു. മറ്റൊന്ന്, നിങ്ങൾക്ക് ആവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അവയ്ക്കൊക്കെ കുടിക്കാൻ അള്ളാഹു കൊടുക്കുന്നു. നിങ്ങൾ പോറ്റുന്ന ഒട്ടകം, പശു, ആട്, കോഴി, ഇതിനൊക്കെ നിങ്ങൾ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് അള്ളാഹു തന്നിട്ടാണ്. നിങ്ങളുടെ തോട്ടങ്ങളിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. ധാന്യങ്ങളും സസ്യലതാദികളെയും അള്ളാഹു മുളപ്പിക്കുന്നു. ഇതൊക്കെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. വമാ അൻതും, വമാ
അൻതും നിങ്ങളല്ല ലഹു അതിനെ ബിഹാസിനീൻ സൂക്ഷിക്കുന്നവർ. ഖാസിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖസാൻ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. ഖാസിൻ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്നവൻ. വമാ അൻതും ലഹു ബിഹാസിനീൻ നിങ്ങളതിനെ സൂക്ഷിക്കുന്നവരല്ല. അതല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശം വെള്ളം നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നവരല്ല എന്ന അർത്ഥത്തിലല്ല. രണ്ട് നിലക്കാണ് അവിടെ അതിന് തഫ്സീർ നൽകപ്പെട്ടത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് നിന്ന് ഇറക്കുന്ന വെള്ളത്തെ തടഞ്ഞു വെക്കാൻ റബ്ബിൻ്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ മനുഷ്യന് സാധിക്കുമായിരുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ ഭൂമിയിൽ അല്ലാഹു അതിനെ പിടിച്ചു നിർത്തുകയാണ്. കുളങ്ങളിൽ, തോടുകളിൽ, പുഴകളിൽ, കിണറുകളിൽ, ഉറവകളിൽ അല്ലാഹു അതിനെ പിടിച്ചു വെക്കുന്നു. അല്ലാഹു എങ്ങാനും അത് വറ്റിച്ചു കളഞ്ഞാൽ, അങ്ങനെ ഒരു സംവിധാനം റബ്ബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഉപരിലോകത്ത് നിന്ന് ഇറക്കുന്ന വെള്ളത്തെ ശേഖരിച്ചു വെക്കാൻ നിങ്ങൾ കഴിവുള്ളവരല്ല. റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് സാധിക്കുന്നത്. മറ്റൊരു തഫ്സീർ പ്രകാരം ഇബ്നു ജരീർ അത്തൊബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, വമാ അൻതും ലഹു ബിഖാസിനീൻ ഐ ഖാല ബിമാനിഈൻ, അഥവാ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അഥവാ നിങ്ങൾ തടഞ്ഞു വെക്കുന്നവരല്ല, അതിനെ പിടിച്ചു വെക്കുന്നവരല്ല. ആ വെള്ളം എന്നെന്നും നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അത് വറ്റിപ്പോകും, വറ്റി വരണ്ടു പോകും. അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. മറ്റെന്ത് സംവിധാനം നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കതിനെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. സൃഷ്ടികളിൽ നിന്ന് അവയെ തടഞ്ഞു വെക്കാനും നിങ്ങൾക്ക് കഴിയില്ല. സൃഷ്ടികളിൽ നിന്ന് അതിനെ തടഞ്ഞു വെക്കാനും നിങ്ങൾക്ക് കഴിയില്ല. റഹ്മാനായ റബ്ബാണ് അതെല്ലാം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, അന്ന റിയാഹ ലവാഖിഹ കമാ വസഫഹാ ബിഹി ജല്ല സനാഉഹു മിൻ സിഫതിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റുകൾ അയക്കുന്നു. വ ഇൻ കാനത് ഖദ് തുഖ്ലിഹു സഹാബ വൽ അഷ്ജാർ. നോക്കൂ, അത് മേഘങ്ങളെയും അതേപോലെ തന്നെ വൃക്ഷങ്ങളെയും ഗർഭം ധരിക്കുവാൻ അത് കാരണമായി തീരുന്നു. അപ്പോൾ മേഘങ്ങൾ ഗർഭം ധരിച്ച്, അതിന് ഭാരം സഖുലത്ത് എന്നാണ്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ അള്ളാഹു ഉപയോഗിച്ച അതേ വേർഡ് മേഘങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് നമുക്ക് വെള്ളം നൽകുന്നു. അതേപോലെ തന്നെ ചെടികൾ കായ്കൾ നൽകുന്നതും മറ്റുമൊക്കെ കാറ്റുകളുടെ സംവിധാനത്തിലൂടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമാകുന്ന മറ്റൊരനുഗ്രഹത്തെ, കാറ്റാകുന്ന അനുഗ്രഹത്തെയെല്ലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്ന തീർച്ചയായും നാം, ലനുഹ്യി വ ഇന്ന ലനഹ്നു തീർച്ചയായും നാം, നുഹ്യി വ നുമീതു നാം ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, വനഹ്നുൽ വാരിസൂൻ നാം തന്നെയാകുന്നു അനന്തരമെടുക്കുന്നത്. വരിസ യരിസു എന്ന് പറഞ്ഞാൽ അനന്തരമെടുക്കുക, വിറാസത്തൻ വ ഇർസൻ വ വിർസ അനന്തരമെടുക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്ന തീർച്ചയായും ലനഹ്നു നാം തന്നെയാകുന്നു. അവിടെ വ ഇന്ന നുഹ്യി വ നുമീതു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഉറപ്പിക്കാൻ വേണ്ടി റബ്ബ് പറയാണ്, വ ഇന്ന ലനഹ്നു ഞാൻ തന്നെയാണ്. നുഹ്യി ഹയാത്ത് നൽകുന്നവൻ. അഹ്യ യുഹ്യി ഇഹ്യ എന്ന് പറഞ്ഞാൽ ഹയാത്ത് നൽകുക. നിർജീവമായ വസ്തുവിന് ജീവൻ നൽകുന്നത് ആരാണ്? സർവശക്തനായ അള്ളാഹുവിനല്ലാതെ സൃഷ്ടികളിൽ ഒരാൾക്കും അതിന് സാധ്യമല്ല. അതുകൊണ്ടാണ് രൂപം വരയ്ക്കുന്ന, ചിത്രം വരയ്ക്കുന്ന ആളുകളോട്, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കുന്നവരോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിന് ജീവൻ നൽകൂ. സാധ്യമല്ല. നിർജീവ വസ്തുവിന് ജീവൻ നൽകാൻ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. നുഹ്യി വ നുമീതു, അമാത യുമീതു, ഇമാതത്ത് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു വസ്തുവിനെ നിർജീവമാക്കുക, ജീവിച്ചുകൊണ്ടിരുന്ന ഒന്നിനെ മരിപ്പിക്കുക. അതാർക്കേ കഴിയുള്ളൂ? റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. വ നുമീതു, അപ്പോൾ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും, ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തെടുക്കുന്നവൻ
സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. വനഹ്നുൽ വാരിസൂൻ, നാം തന്നെയാകുന്നു ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും അനന്തരമെടുക്കുന്നത്. വേറെ ഒരാൾക്കും അത് ലഭിക്കുകയില്ല. കാരണം അള്ളാഹുവിനുള്ളതാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം റബ്ബിനുള്ളതാണ്. അതിൻ്റെ വിറാസത്തും അതിൻ്റെ അനന്തരാവകാശവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ്, തീർച്ചയായും, അലിംന, നാം അറിഞ്ഞിട്ടുണ്ട്. അലിമ യഅലമു ഇൽമൻ, അറിയുക. വലഖദ് അലിംന, നാം അറിഞ്ഞിട്ടുണ്ട്. അൽ മുസ്തഖ്ദിമീന മിൻകും, നിങ്ങളിൽ നിന്നും മുൻകടന്നു പോയവരെ, കഴിഞ്ഞു പോയവരെ നാം അറിഞ്ഞിട്ടുണ്ട്. ഇസ്തഖ്ദമ എന്ന് പറഞ്ഞാൽ മുൻകടക്കുക. ഇസ്തഖ്ദമ മുന്നോട്ട് വരിക, അതല്ലെങ്കിൽ മുൻകടക്കുക, കഴിഞ്ഞു പോവുക. ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞാൽ മുൻകടക്കൽ. മുസ്തഖ്ദിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻകടന്നവർ, മുമ്പേയുള്ളവർ. നിങ്ങളിൽ നിന്ന് മുമ്പേ കഴിഞ്ഞു പോയവരെ നമുക്കറിയാം. വലഖദ് അലിംന, നിശ്ചയം നാം അറിഞ്ഞിട്ടുണ്ട്. വലഖദ് അലിംനൽ മുസ്തഖിരീൻ, നിങ്ങളിൽ നിന്ന് പിറകിലേക്ക് മാറ്റിവെച്ചവരെ. ഇസ്തഖറ എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നവർ. മുസ്തഖിരീങ്ങൾ എന്ന് പറഞ്ഞാൽ വഴിയേ വരുന്നവർ. അവരെയും റഹ്മാനായ റബ്ബിനറിയാം. എന്താണ് ഈ ആയത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്? 3 തഫ്സീറുകൾ കാണാം. അതിലൊന്ന്, വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും, ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അൻ ഇക്രിമ ഫീ ഖൗലിഹി തആല വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഖിരീൻ ഖാല ഹും ഖൽഖുല്ലാഹി കുല്ലിഹിം, മുഴുവൻ സൃഷ്ടികളെ സംബന്ധിച്ചുമാണ് അള്ളാഹു ഈ പറയുന്നത്. ഖദ് അലിമ മൻ ഖുലിഖ മിൻഹും ഇലൽ യൗം, ഇന്നേ ദിവസം വരെ, അല്ലെങ്കിൽ ഈ ആയത്ത് എപ്പോഴാണോ ഒരാൾ ഓതുന്നത് അതുവരെ ആരെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും, വഖദ് അലിമ മൻ ഹുവ ഖാലിഖുഹു ബഅദൽ യൗം, ഇന്നേ ദിവസത്തിന് ശേഷം ഇനി ആരെയൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട് എന്നതും ആർക്കറിയാം? റബ്ബിനറിയാം. കഴിഞ്ഞുപോയവരെ സംബന്ധിച്ച് നമുക്കറിയില്ല, വരാനിരിക്കുന്നവരെ സംബന്ധിച്ച് നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള കുറഞ്ഞ ആളുകളെ, അത് തന്നെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണാർത്ഥത്തിൽ അറിയില്ല. എന്നാൽ റഹ്മാനായ റബ്ബിന് അതെല്ലാം അറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവ് ബാഹ്യമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഇണകളെക്കുറിച്ച് പോലും പൂർണ്ണമായും നമുക്കറിയില്ല. നമ്മുടെ മക്കളെ സംബന്ധിച്ച് പോലും പൂർണ്ണമായി നമുക്കറിയില്ല. നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് പോലും പൂർണ്ണമായും നമുക്കറിയില്ല. അവർ നമ്മളുടെ അഭാവത്തിൽ എന്താണ് എന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ചുള്ള അറിവ് പോലും പരിമിതമാണ്. പക്ഷേ റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളിൽ ഒന്നാമത്തെ സൃഷ്ടി മുതൽ ഈ ആയത്തോതുന്ന ഏതൊരു വ്യക്തി ഈ ആയത്തോതുന്നുവോ ആ സമയം വരേക്കുള്ള ആളുകളെയും, അതിനുശേഷം ലോകാവസാനം വരെ എത്ര മനുഷ്യന്മാർ എവിടെയെല്ലാം വരുമെന്നും അവരൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചും നിന്റെ റബ്ബ് കൃത്യമായി അറിയുന്നു. വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഖിരീൻ, നിങ്ങളിൽ നിന്ന് മുൻകടന്നു പോയവരെ, കഴിഞ്ഞു പോയവർ റബ്ബിനറിയാം. ഇനി വരാനിരിക്കുന്ന തലമുറകളിൽപ്പെട്ടവരെയും അള്ളാഹുവിനറിയാം. അതാണ് അതിൻ്റെ ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ ഇബ്നു ജരീർ അത്ത്-തബരി ഹസനുൽ ബസരി റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു, ഖാല അൽ മുസ്തഖ്ദിമീന ഫിൽ ഖൈരി വൽ മുസ്തഖിരീൻ, പുണ്യത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വരുന്നവരെക്കുറിച്ചും പുണ്യത്തിൻ്റെ വിഷയത്തിൽ പിറകോട്ട് നിൽക്കുന്നവരെക്കുറിച്ചും അള്ളാഹുവിനറിയാം. അപ്പോൾ ഇവിടെ മുസ്തഖ്ദിം എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറുന്നവൻ. വസ്സാബിഖൂന ബിൽ ഖൈറാത്ത്, പുണ്യത്തിൽ മത്സരിച്ച് മുന്നേറുന്നവർ, അവരാണ് മുസ്തഖ്ദിമീങ്ങൾ, ആദ്യമാദ്യം വരുന്നവർ. വസ്സാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്നൊക്കെ പറഞ്ഞതുപോലെ നന്മയിലും പുണ്യത്തിലും മത്സരിച്ച് മുന്നേറുന്ന ആളുകളെയും നന്മയുടെ വിഷയത്തിൽ പിറകോട്ടടിക്കുന്നവരെയും അള്ളാഹുവിനറിയാം. അതാണ് വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഖിരീൻ, നിങ്ങളിൽ നിന്ന് പുണ്യത്തിൽ മുന്നേറുന്നവരെ സംബന്ധിച്ചും നിങ്ങളിൽ നിന്ന് പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ പിറകോട്ട് പോകുന്നവരെ സംബന്ധിച്ചും റബ്ബിനറിയാം. അപ്പോൾ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, റബ്ബിൻ്റെ അനുമതി പ്രകാരം നന്മയിൽ മുന്നേറുന്ന ആളുകളെന്ന് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസികളുടെ കൂട്ടത്തിൽ 3 കാറ്റഗറി ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്.
വിശ്വാസികളുടെ കൂട്ടത്തിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഫമിൻഹും ളാലിമുൽ ലിനഫ്സി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഒന്ന് സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന വിശ്വാസികളാണ്, പക്ഷേ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, പല ഫർളുകളും ഒഴിവാക്കുന്നു, പല ഹറാമുകളും ചെയ്യുന്നു. ഇവരാണ് ളാലിമുൽ ലിനഫ്സി എന്ന് പറഞ്ഞത്. പിന്നുള്ളത് മുഖ്തസദീങ്ങളാണ്. എന്താണ് മുഖ്തസദീങ്ങൾ എന്ന് പറഞ്ഞാൽ? വാജിബൊന്നും ഒഴിവാക്കൂല, ഹറാമൊന്നും ചെയ്യൂല, പക്ഷേ സുന്നത്ത് പലതും ഒഴിവാക്കും, കറാഹത്തായത് പലതും ചെയ്യും. ഇതാണ് മധ്യമക്കാർ. പിന്നുള്ളത് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, പുണ്യം കൊണ്ട് മുന്നേറുന്നവർ. അവർ ഫർളും ഉപേക്ഷിക്കുകയില്ല, സുന്നത്തും ഒഴിവാക്കൂല, എല്ലാ സുന്നത്തും എടുക്കും, എല്ലാ ഫർളും എടുക്കും, ഹറാമും ചെയ്യൂല, കറാഹത്തും ചെയ്യൂല, ജായിസായ കാര്യത്തിൽ, അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പോലും അമിതമായി സമയം കളയൂല. അതാണ് സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞത്. കാരണം നന്മയിൽ മുന്നേറണമെങ്കിൽ ജായിസായത് പോലും വെട്ടിക്കുറയ്ക്കണം, എന്നാലേ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും സമയം വെട്ടിക്കുറയ്ക്കുന്ന ആളുകൾക്ക് സൽക്കർമ്മത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഖൈറിൻ്റെ വിഷയത്തിൽ, പുണ്യത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളിലുള്ള വിവിധ കാറ്റഗറിക്കാരെ അള്ളാഹുവിനറിയാം എന്നതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ രണ്ടാമത്തത്. മൂന്നാമത്തെ തഫ്സീർ, ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ കാര്യം. പക്ഷേ ആ ഹദീസുകൾ കുറ്റമറ്റ സനദല്ല, കുറ്റമറ്റ പരമ്പരയിലുള്ളതല്ല. എന്നിരുന്നാലും മുഫസ്സിരീങ്ങളെല്ലാം ഉദ്ധരിച്ചതിനാൽ അതുകൂടി ഇവിടെ രേഖപ്പെടുത്തട്ടെ. വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും ഫിസ്സുഫൂഫി ഫിസ്സലാഹ്, നമസ്കാരത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സഫിലേക്ക് വന്ന് നിൽക്കുന്നവരെ റബ്ബിനറിയാം. വൽ മുസ്തഖിരീന ഫീഹാ ബിസബബിൻ നിസാ, പിറകിലുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ച് ബാക്കിലെ സഫിൽ നിൽക്കുന്നവരെയും അള്ളാഹുവിനറിയാം. കാരണം ഇത് പല അസറുകളിലും ഇത് വന്നിട്ടുണ്ട്. അഥവാ നമുക്കറിയാം, സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേറെ ബിൽഡിംഗ് അല്ല, മറിച്ച് സെയിം പള്ളിയിൽ സ്ത്രീകളുടെ സഫ് എവിടെയായിരുന്നു? പിറകിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഖൈറ് ഏറ്റവും മുന്നിലുള്ളതാണ്, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈറ് ഏറ്റവും പിറകിൽ ഉള്ള സഫാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ നിന്ന് എത്ര അകന്ന് നിൽക്കുന്നുവോ അത്രയും ഖൈറ്, സ്ത്രീകളിൽ നിന്ന് പുരുഷൻ എത്ര അകന്ന് നിൽക്കുന്നുവോ അത്രയും ഖൈറ്. അപ്പം ചിലരെങ്കിലും പിറകിലെ സഫിൽ സ്ത്രീകളുണ്ട്, ആ നിലക്ക് അവരെ നോക്കാൻ വേണ്ടി പിറകിലെ സഫിലേക്ക് മാറി നിന്നിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ സനദിൽ പോരായ്മയുള്ളതോടൊപ്പം അതിൻ്റെ മത്നിലും നക്കാറത്തുണ്ട്. കാരണം സ്വഹാബികളിൽ നിന്നത് പ്രതീക്ഷിക്കാവതല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നമസ്കരിക്കാൻ വരുന്ന പ്രഗത്ഭരായ സ്വഹാബികൾ ഒന്നാമത്തെ സഫിനാണ് ശ്രേഷ്ഠതയെന്നറിഞ്ഞിട്ടും സ്ത്രീകളുടെ തൊട്ടടുത്തുള്ള സഫിലേക്ക് അവർ മാറി നിൽക്കുക എന്നുള്ളത് മനഃപൂർവ്വം സംഭവ്യമല്ല. അൽഹംദുലില്ലാഹ് ഹദീസിൻ്റെ സനദിലും പോരായ്മയുണ്ട്. എങ്കിലും അവരിൽ നിന്നത് സംഭവിച്ചിട്ടില്ലെങ്കിലും ഇതുപോലെ തിന്മ ഉദ്ദേശിച്ച് പുറകോട്ട് നിൽക്കുന്നവരുണ്ട് എക്കാലഘട്ടത്തിലും, നന്മ ഉദ്ദേശിച്ച് മുന്നോട്ട് കടക്കുന്നവരുമുണ്ട്. അതേത് വിഷയത്തിലാകട്ടെ, അതൊരു പള്ളിയിലേക്ക് വരുന്ന വിഷയത്തിലാണെങ്കിലും. എന്തുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ പറഞ്ഞത്? ഇന്നത്തെ സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാണ് പറയുന്നത്. കുറഞ്ഞ വർഷങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നത് ഇസ്ലാം അംഗീകരിച്ച രൂപത്തിലുള്ള വേഷവിധാനവുമായിട്ടല്ല. അന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നുള്ളവരെ കുറിച്ച് എങ്ങനെ പറയും? അപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ പോലും ഇതുപോലെയുള്ള ദുനിയവിയായതല്ല അല്ലെങ്കിൽ ഹറാമായ ചിന്തകളോടുകൂടി വരുന്നവരുണ്ടാകും. അത്തരക്കാരെയൊക്കെ റബ്ബിനറിയാം. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്.
ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിങ്ങളുടെ റബ്ബ് നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, മനുഷ്യർ പ്രവർത്തിക്കുന്നതിനെ അല്ലാഹു വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലക്കൊക്കെ മനുഷ്യരിൽ നന്മയിൽ മുന്നേറുന്നവരെയും നന്മയിൽ നിന്ന് പുറകോട്ട് പോകുന്നവരെയും തിന്മയിൽ മുന്നേറുന്നവരെയും തിന്മയിൽ നിന്ന് പുറകോട്ട് പോകുന്നവരെയും മുൻകഴിഞ്ഞു പോയ തലമുറകളെയും വരാനിരിക്കുന്ന തലമുറകളെയും എല്ലാം അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ് നാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം റബ്ബിന് അറിയാവുന്നത് കൊണ്ട് തന്നെ വ ഇന്ന റബ്ബക ഹുവ യഹ്ശുറുഹും, നിശ്ചയം നിന്റെ രക്ഷിതാവ്, വ ഇന്ന റബ്ബക്, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ഹുവ അവന്, യഹ്ശുറുഹും, ഹശറ യഹ്ശുറു ഹശറൻ, അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇന്നഹു, നിശ്ചയം അല്ലാഹു, ഹക്കീമുൻ, അഗാധജ്ഞനും, അലീമുൻ, എല്ലാം അറിയുന്നവനുമാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അഗാധജ്ഞനാണ്. സകല മനുഷ്യരെയും അവൻ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയെല്ലാം വിചാരണ ചെയ്യുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അന്നേ ദിവസം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ഗൗരവമേറിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറയുകയാണ്. മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യരോട് ഗൗരവമേറിയ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ യഖ്ലുഖു ഖൽഖൻ, വലഖദ്, തീർച്ചയായും ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിൽ നിന്ന്? സ്വർണത്തിൽ നിന്നല്ല, വെള്ളിയിൽ നിന്നല്ല. മിൻ സ്വൽസാലിൻ, സ്വൽസാൽ എന്ന് പറഞ്ഞാൽ ഹുവ തീനുൽ യാബിസ്, ഉണങ്ങിയ കളിമണ്ണിനാണ് സ്വൽസാൽ എന്ന് പറയുന്നത്. മറ്റൊരു അർത്ഥപ്രകാരം തീനുൻ യാബിസുൻ ലം തുസിബുഹുൻ നാർ, തീ സ്പർശിച്ചിട്ടില്ലാത്ത ഉണങ്ങിയ കളിമണ്ണ് എന്ന് പറഞ്ഞാൽ അതിനെ പാത്രമാക്കാനും മറ്റുമൊക്കെ തീ കൊടുക്കുമല്ലോ, ചൂളയിൽ ചുട്ടെടുക്കും. അങ്ങനെ തീ സ്പർശിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, അതിനാണ് സ്വൽസാൽ എന്ന് പറയുന്നത്. തീനുൻ യാബിസ്, ഉണങ്ങിയ കളിമണ്ണാണ്. എന്താണ് അതിന് സ്വൽസാൽ എന്ന് പേര് കൊടുക്കാൻ കാരണം സ്വൽസല യുസൽസിലു സ്വൽസലത്തൻ എന്ന് പറഞ്ഞാൽ മുട്ടിയാൽ മുഴക്കമുള്ള ശബ്ദമുണ്ടാവുക, മുട്ടിയാൽ മുഴക്കമുള്ള ശബ്ദമുണ്ടാവുക. കാരണം ആ കളിമണ്ണിൽ നിന്ന് വല്ലതും ഉണ്ടാക്കിയാൽ അത് തട്ടി നോക്കിയാൽ അതിന് ശബ്ദമുണ്ടാകും. നമ്മൾ മൺചട്ടിയും മൺകലവുമൊക്കെ മുട്ടി നോക്കും, ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നല്ല ശബ്ദം ഉണ്ടാവും, ആ ശബ്ദം നോക്കിയിട്ടാണ് നമ്മൾ അത് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ള സൽസാലിൽ നിന്ന് മിൻ ഹമഇൻ, ഹമ എന്ന് പറഞ്ഞാൽ അത്തീനുൽ അസ്വദു, കറുത്ത കളിമണ്ണ്. ഹമ എന്ന് പറഞ്ഞാൽ കറുത്ത കളിമണ്ണ്. അൽ മുൻതിനു, മാത്രമല്ല അത് പഴക്കം കൊണ്ട് ഒരു സ്മെല്ലും ഉണ്ടാകും. മണ്ണിൻ്റെ ഒരു സ്മെല്ല് അതിന് പ്രത്യേകം ഉണ്ടാവും. കറുപ്പിനോട് യോജിച്ച കളറായിരിക്കും അതിൻ്റെ. അത് ഹമഅത്തുൻ എന്നതിൻ്റെ ജം ആണ് ഹമ. കറുത്ത നിറമുള്ള കളിമണ്ണിൽ നിന്ന്, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കറുത്ത നിറമുള്ള കളിമണ്ണിൽ നിന്ന്. അതും എങ്ങനെയുള്ളത്? മസ്നൂൻ. മസ്നൂൻ എന്ന് പറഞ്ഞാൽ അൽ മുതഗയ്യിർ, നനഞ്ഞത്, സോഫ്റ്റായത്, കുഴച്ച് പാകപ്പെടുത്തിയത് എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. മസ്നൂൻ, സന്ന യസുന്നു സന്നൻ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. പാകപ്പെടുത്തിയത്, കുഴച്ചത്, നിറവ്യത്യാസമുണ്ടാക്കിയത്. മാത്രമല്ല ഈ കളിമണ്ണിനെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു സ്ഥലത്ത് നിന്നല്ല എടുത്തത്, ഭൂമിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള കളിമണ്ണെടുത്തിട്ടുണ്ട്. ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള കളിമണ്ണ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറുപ്പ് നിറമുണ്ട്,
ചുവന്ന നിറമുള്ളവരുണ്ട്, വെള്ള കളറുള്ളവരുണ്ട്. മനുഷ്യരുടെ കളർ വ്യത്യാസത്തിൻ്റെ കാരണം ഈ കളിമണ്ണിൻ്റെ കളർ വ്യത്യാസമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെന്ന സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നിങ്ങൾ നോക്കൂ, നമ്മളൊന്ന് പോയി നോക്കുക. ഈ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാവാൻ മൺചട്ടിയും മൺപാത്രങ്ങളും ഉണ്ടാക്കുന്ന ഒരു കൊശവൻ്റെ അടുത്ത് പോയാൽ ആ കളിമണ്ണ് കൊണ്ട് നാം അതിൽ നിന്നാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ മനുഷ്യൻ വിനയപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ധിക്കാരിയായ മനുഷ്യ, അഹങ്കാരിയായ മനുഷ്യ, ദൈവമില്ലെന്ന് പറയുന്ന മനുഷ്യ, മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന മനുഷ്യ, നീ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നിനക്ക് വല്ല ധാരണയുമുണ്ടോ? നിനക്ക് അല്ലാഹു എങ്ങനെയാണ് രൂപം നൽകിയത് എന്നതിനെക്കുറിച്ച് നിനക്ക് വല്ല അറിവുമുണ്ടോ? മനുഷ്യ, നീ എത്ര ദുർബലനാണ്. നീ എന്തായിരുന്നു എന്നറിയാൻ നീ വാദിച്ച വാദങ്ങൾക്ക് ശേഷം, നിൻ്റെ അഹങ്കാരത്തിന് ശേഷം, നിൻ്റെ ആഹ്ലാദത്തിന് ശേഷം, നിൻ്റെ പൊങ്ങച്ചത്തിന് ശേഷം, മറ്റുള്ളവരോട് മത്സരിച്ച് വിജയിക്കാനുള്ള നിൻ്റെ തിരക്കുകൾക്ക് ശേഷം നീ ഖബറിടം സന്ദർശിക്കുമല്ലോ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ആ ഖബർ തുറന്നു നോക്കിയാൽ നീ ആദ്യത്തിൽ എന്തായിരുന്നു എന്നത് പിന്നീട് കാണാം. അതേപോലെ നീ മണ്ണായി മാറിയിട്ടുണ്ട്, പഴയതുപോലെ നീ മണ്ണായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. അവിടുന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവിടേക്ക് തന്നെ മടക്കും, അവിടുന്ന് തന്നെ വീണ്ടും കൊണ്ടുവരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇൻസാൻ എന്നുള്ള വേർഡ് അങ്ങനെ തന്നെ ഉപയോഗിച്ച് റബ്ബ് പറയാണ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കും. എല്ലാ മനുഷ്യരും ചിന്തിക്കാൻ വേണ്ടിയാണ്. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, പാകപ്പെടുത്തിയ കറുപ്പ് നിറമുള്ള, നിറം മാറ്റം വന്ന, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കുകയും ശേഷം ധിക്കാരം കാണിക്കുകയും ചെയ്ത ജിന്നുവർഗത്തെക്കുറിച്ചും അവരുടെ പിതാവായ ഇബ്ലീസിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ ജാന്ന, ജിന്ന്, ജാന്ന്. ജാന്ന് എന്ന് പറഞ്ഞാൽ ജിന്നുവർഗത്തിൻ്റെ പിതാവായ ഇബ്ലീസാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഇബ്നു ജരീർ അത്തബരി അദ്ദേഹം പറഞ്ഞു, വഉനിയ ബിൽ ജാന്നി ഹാഹുന ഇബ്ലീസു അബൽ ജിൻ. ഇവിടെ ജാന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിന്നുകളുടെ പിതാവായ ഇബ്ലീസിനെ കുറിച്ചാണ്. വൽ ജാന്ന, കാരണം ഇവിടെ മനുഷ്യൻ്റെ തുടക്കത്തെക്കുറിച്ചാണ്. അൽ ഇൻസാൻ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ജിന്നുവർഗത്തിൻ്റെ ആദ്യ സൃഷ്ടിയായ ഇബ്ലീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. വൽ ജാന്ന, ഇബ്ലീസിനെ ഖലഖനാഹു, അവനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഏകവചനത്തിൽ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഖലഖനാഹും എന്നാ പറയാം. ഖലഖനാഹു, അവനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അഥവാ ഇബ്ലീസിനെ എവിടെ നാം സൃഷ്ടിച്ചത്? മിൻ ഖബ്ലു, അതിനു മുമ്പ്. എന്താണ് മിൻ ഖബ്ലു എന്ന് പറഞ്ഞാൽ? അഥവാ മിൻ ഖൽഖി ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആദ്യം വന്ന വർഗം ജിന്നുകളാണ്. അഥവാ ജിന്നുകളിലും മനുഷ്യരിലും ആദ്യം വന്നത് ജിന്നുകളാണ്. പിന്നെയാണ് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. മലക്കുകൾ അതിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മിന്നാരി സമൂം, മിന്നാർ, തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എങ്ങനെയുള്ള തീ? അസ്സമൂം. അസ്സമൂം എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഹർ, കഠിനമായ ചൂടുള്ള തീ എന്നാണ് അർത്ഥം. സമൂം, കഠിനമായ ചൂടുള്ള കാറ്റിനും കഠിനമായ ചൂടുള്ള തീക്കും അത് പറയും. മാത്രമല്ല, കഠിനമായ ചൂടിൽ നിന്ന് ആ ചൂടിനെ കൊണ്ടുവരുന്ന കാറ്റിന് സമൂം എന്ന് പറയും. നരകത്തിൽ അത്തരം കാറ്റുകളുണ്ടെന്നാണ്. അപ്പോൾ അത് കാറ്റിനെയാണ് വഹിക്കുക. തണുത്ത പ്രദേശത്തു കൂടി കാറ്റ് വന്നാൽ തണുപ്പ് കിട്ടും, ചൂടുള്ള പ്രദേശത്തു കൂടി കാറ്റ് വന്നാൽ ചൂടാണ് ഉണ്ടാവുക. അപ്പോൾ അതികഠിനമായ ചൂടുള്ള തീയിൽ നിന്ന് മിമ്മാരിജിം മിന്നാർ എന്ന് സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ മിൻ ലഹബിൻ മിന്നാർ, തീയുടെ കലർപ്പില്ലാത്ത ശുദ്ധമായ തീയിൽ നിന്ന്, കലർപ്പില്ലാത്ത ശുദ്ധമായ തീയിൽ നിന്ന്. അതിന് കഠിനമായ ചൂടാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നു,
വൽജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം ഖാല അസ്സമൂമു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സമൂം എന്ന് പറഞ്ഞാൽ അൽ ഹാറത്തുല്ലതി തഖ്തുൽ, മനുഷ്യനെ കരിച്ചു കളയുന്ന, കൊന്നുകളയുന്ന അത്രയും കഠിനമായ ചൂടിനാണ് സമൂം എന്ന് പറയുക. അപ്പോൾ ജിന്നുകളെ അതിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അവയുടെ ഉപദ്രവത്തിന് ശക്തി കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം, അതിനു മുമ്പ് ജിന്നുകളെ അല്ലെങ്കിൽ അവരുടെ പിതാവായ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ചൂടുള്ള തീജ്വാലയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം, ലിൽ മലായികത്തി, മലക്കുകളോട്. അപ്പോൾ സൃഷ്ടിവർഗത്തിൽ 3 പ്രബല ഗ്രൂപ്പിനെ അള്ളാഹു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു: മനുഷ്യൻ, ജിന്ന്, മലക്ക്. മലക്കുകൾ അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മലക്കുകളെ സ്വഹീഹായ ഹദീസിൽ വന്നതുപോലെ ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ വഖുലിഖൽ ജാന്നു മിൻ നാരിൻ വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും. മലക്കുകളെ പ്രകാശത്തിൽ നിന്ന്, ജിന്നുകളെ തീയിൽ നിന്ന്, മനുഷ്യരെ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചതുപോലെ മണ്ണിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കും. ആ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ഖാലിഖുൻ, ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഖലഖ യഖ്ലുഖു ഖൽഖൻ, ഖാലിഖ് സൃഷ്ടാവ്. ഇന്നി ഖാലിഖുൻ, ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ബശറൻ, മനുഷ്യനെ. ബശർ, മനുഷ്യനെ. എന്തിൽ നിന്ന്? മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന രൂപമാറ്റം ചെയ്യപ്പെട്ട കളിമണ്ണിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫഇദാ സവൈതുഹു, അങ്ങനെ ഞാൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ശരിപ്പെടുത്തിയാൽ, സവ്വ യുസവ്വി തസ്വിയ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കളിമണ്ണിൽ നിന്ന് ആദ്യം രൂപമുണ്ടാക്കി, മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി. നമ്മുടെ ഈ രൂപം ആദ്യം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജീവനുമില്ല, ആത്മാവുമില്ല. കളിമണ്ണ് കൊണ്ടൊരു രൂപം, ജീവനുമില്ല, ആത്മാവുമില്ല. ഫഇദാ സവ്വൈതുഹു, അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ, രൂപമുണ്ടാക്കി കഴിഞ്ഞാൽ, വനഫഖ്തു ഫീഹി മിർ റൂഹി, വനഫഖ്തു നഫഖ യൻഫുഖു നഫ്ഖൻ, ഊതുക, സന്നിവേശിപ്പിക്കുക. വനഫഖ്തു ഫീഹി, അവനിലേക്ക് ഞാൻ ഊതിക്കഴിഞ്ഞാൽ, എന്തിൽ നിന്ന്? മിൻ റൂഹി, എൻ്റെ റൂഹിൽ നിന്ന്, എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതിയാൽ, ഫഖഉ ലഹു സാജിദീൻ. വഖഅ യഖഉ വുഖൂ എന്ന് പറഞ്ഞാൽ വീഴുക. ഇവിടെ അമ്രാണ്. ഫഖഉ ലഹു, നിങ്ങൾ അവൻ്റെ മുന്നിൽ വീഴണം. എങ്ങനെ വീഴണം? സാജിദീൻ, സുജൂദിലായിക്കൊണ്ട്. സജദ യസ്ജുദു സുജൂദൻ, സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സുജൂദിൽ വീഴണം എന്ന് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ 1-2 പോയിന്റുകൾ പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ഖാലിഖും ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു. ഇവിടെ പറഞ്ഞു ഇന്നി ഖാലിഖും ബശറൻ, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. അതെന്തിൽ നിന്ന് എന്നൊക്കെ വളരെ വിശദമാക്കുന്നുണ്ട്. എന്തിൽ നിന്ന് എന്നൊക്കെ വളരെ വിശദമാക്കുന്നുണ്ട്. അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കുക, അത് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സംഭവത്തെ വിശദീകരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതലായ വിശദീകരണങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയും. അത് വൈരുദ്ധ്യമല്ല, അത് വിശദീകരണമാണ്. കാരണം ഒന്നിന് നേരെ ഓപ്പോസിറ്റായി അല്ലാഹു പറയൂല. അവിടെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് മറ്റൊരു സ്ഥലത്ത് പറയൂല. പക്ഷെ അവിടെ പറയാത്ത കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയും. അത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അത് വിശദീകരിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് വിശദീകരിക്കുന്നത് കണ്ടാൽ വളരെ കൃത്യമാണ്.
സാഹിറുകളൊക്കെ അവരുടെ വടിയും കാര്യങ്ങളൊക്കെ നിലത്തിടുമ്പോൾ ഉടനെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ തന്ത്രമാണ്, അതിനേക്കാൾ മുന്തിയത് ഞാൻ കൊണ്ടുവരാം എന്ന് ഖുറാനിൽ കാണാം. അപ്പോൾ സ്വാഭാവികമായും ആ ഭാഗം മാത്രം വായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഇടയിൽ സംഭവിച്ചത് മനസ്സിലാവില്ല. എന്നാൽ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ആ വടികൾ നിലത്തിട്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ ഭയമുണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഭയക്കണ്ട, താങ്കൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. പക്ഷെ ആ ഇടയിൽ നടന്ന കാര്യം അത് മറ്റൊരു അധ്യായത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ വിശദീകരണം മറ്റൊരു ഭാഗത്തുണ്ടാകും. ഈ രണ്ട് സ്ഥലങ്ങളുമില്ലാത്ത മൂന്നാമത്തെ ഒരു കാര്യം വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മാലൂമാത്തുകൾ അതിനെക്കുറിച്ച് നൽകുന്നതാണ്. പക്ഷേ ഒന്നുപോലും മറ്റൊന്നിനോട് എതിര് നിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എത്ര സ്ഥലത്ത് വിശദീകരിച്ചാലും വൈരുദ്ധ്യം കാണാൻ കഴിയില്ല. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഇത് അള്ളാഹുവിൽ നിന്നല്ല അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ നിങ്ങൾക്കൊരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. പക്ഷേ ആ വൈരുദ്ധ്യം നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. എത്ര സ്ഥലത്ത് എങ്ങനെ വിശദീകരിച്ചാലും ഒന്ന് മറ്റൊന്നിനോട് എതിര് നിൽക്കുകയില്ല. അപ്പോൾ ഇവിടെ കൂടുതൽ സൂറത്തുൽ ബഖറയിൽ ഇല്ലാത്ത കൂടുതൽ അറിവ് ഇവിടെ അള്ളാഹു പറഞ്ഞു. ഇനി ഫഇദാ സവ്വൈതുഹു, മനുഷ്യന് രൂപം നൽകുക. ഈ രൂപം നൽകൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചപ്പോഴുണ്ടായിരുന്നു. അതിനുശേഷം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തലമുറയെ നമ്മെ അള്ളാഹു രൂപപ്പെടുത്തുന്നത് ഗർഭാശയത്തിൽ നോക്കൂ, ഒറ്റയടിക്കാണോ? അല്ല, വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്താണ് മനുഷ്യ? അവൻ നിന്നെ സൃഷ്ടിക്കുകയും പിന്നെ രൂപം നൽകുകയും പിന്നീട് കൃത്യമായ പ്രൊപ്പോഷനിലൂടെ നിങ്ങളുടെ ശരീരത്തെ ക്രമപ്പെടുത്തുകയും പിന്നീട് ഭംഗിയായ ഒരു രൂപം നിങ്ങൾക്ക് നൽകുകയും ചെയ്ത ആ റബ്ബിനെ. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ തുടക്കം, പിന്നെ രൂപം നൽകൽ, പിന്നെ അവയവങ്ങൾ നൽകൽ, പിന്നീട് സൗന്ദര്യം നൽകൽ. എല്ലാ മനുഷ്യൻ്റെയും ഘടന ഒരുപോലെയാണ്, പക്ഷേ എല്ലാവരുടെയും സൗന്ദര്യം ഒരുപോലെയല്ല. അതാണ് ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അള്ളാഹു നല്ല സൂറത്ത്, നല്ല ഭംഗി തന്നു. ഇതൊക്കെ റബ്ബ് ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൈദാ സവ്വൈതുഹു, അങ്ങനെ നാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ ശരിപ്പെടുത്തിയാൽ, രൂപമുണ്ടാക്കി. ഈ രൂപമുണ്ടാക്കിയതിന് ശേഷം ഒരുപാട് കാലം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് എന്നാണ്. ഒരുപാട് കാലം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിൽ കാണാം, ഈ കളിമണ്ണ് കണ്ടിട്ട് ഇബ്ലീസ് ഇങ്ങനെ ചുറ്റിലും നടന്നു നോക്കിയെന്നാണ്. ഇതെന്താണ് ഒരു പുതിയ സൃഷ്ടി? മാത്രമല്ല ഇബ്ലീസ് ഒന്ന് മുട്ടി നോക്കി, അപ്പോൾ നാം നേരത്തെ പറഞ്ഞ ആ ശബ്ദമുണ്ടായി എന്നാണ്. മിൻ സൽസാലിം മിൻ ഹമ എന്ന് പറഞ്ഞാൽ അതാണ്. ഇബ്ലീസ് ഇങ്ങനെ തട്ടി നോക്കി, അപ്പോൾ ശബ്ദമുണ്ടായി. ഉള്ളു പൊള്ളയായ ഒന്നിനെ തട്ടി നോക്കിയാൽ ഉണ്ടാകുന്ന ശബ്ദമാണ്. അപ്പോൾ ഇബ്ലീസ് മനസ്സിലാക്കി ഉള്ളു പൊള്ളയാണ്, അതുകൊണ്ട് ഈ സൃഷ്ടി എനിക്ക് വഴിതെറ്റിക്കാൻ എളുപ്പമാണ് എന്ന് ഇബ്ലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കി എന്നാണ്. ഉള്ളു പൊള്ളയായതുകൊണ്ട്. പിന്നീടാണ് വനഫഖ്തു ഫീഹി മിർ റൂഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒറ്റയടിക്ക് സംഭവിച്ചതാണ്. അല്ല, ഇവക്കിടയിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതിനുശേഷം പിന്നീടാണ് റൂഹിൽ നിന്ന് ഊതുന്നത്. അവിടെ ഈ വേർഡാണ് വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ റൂഹിൽ നിന്ന് ഊതി. എന്താ മനസ്സിലാക്കേണ്ടത്? റബ്ബിൻ്റെ റൂഹിൽ നിന്ന് ഊതി എന്നാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ധരിച്ചവരുണ്ട്. അങ്ങനെ ധരിച്ചു, തെറ്റിദ്ധരിച്ചു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അദ്വൈതമാണ്, അഥവാ സ്രഷ്ടാവും സൃഷ്ടിയും വേറെയല്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും ദൈവമാണ്, നീയും ദൈവമാണ്, നിന്നിൽ തുടിക്കുന്നതും എന്നിൽ തുടിക്കുന്നതും ഒരേ ആത്മാവാണ് എന്നവർ പറഞ്ഞു. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മ വനാപര. ബ്രഹ്മസത്യം, ബ്രഹ്മാവാണ് സത്യം, ജഗത് മിഥ്യ, ഈ ജഗത്ത് മിഥ്യയാണ്. ജീവോ ബ്രഹ്മ വനാപര, നമ്മുടെ ജീവൻ ആത്മാവ് അത് തന്നെയാണ് ബ്രഹ്മം, അതല്ലാതെ മറ്റൊന്നുമല്ല. നാമാണ് ദൈവം, നീയും ദൈവമാണ്, എല്ലാം ദൈവമാണ്, എല്ലാറ്റിലും തുടിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്. അതുകൊണ്ട് നമുക്ക് കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖം പാമ്പിനെ വരെ ആരാധിക്കാം. എല്ലാറ്റിലും അടങ്ങിയിട്ടുള്ളത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്.
ഈ അദ്വൈത സിദ്ധാന്തത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ആയത്തിനെ തൽപര കക്ഷികൾ ദുർവ്യാഖ്യാനിച്ചു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ റൂഹിൽ നിന്ന് ഊതി. അപ്പോൾ ആദം നബിയിലുള്ള റൂഹ് ആരുടെ റൂഹാണ്? അള്ളാഹുവിൻ്റെ റൂഹാണ്. അത് ആദം നബിയിലൂടെ എല്ലാവരിലുമുണ്ട്, മുഹമ്മദ് നബിയിലുമുണ്ട്, അങ്ങനെ ഔലിയാക്കളിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൽപര കക്ഷികൾ ബഹുദൈവാരാധനക്ക് അതിനെ തെളിവാക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ മനസ്സിലാക്കുക, റൂഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യരിലുള്ള റൂഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ റൂഹിൽ നിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രത്യേകമാക്കിയ റൂഹിൽ നിന്ന് എന്നാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതിനെ തിരഞ്ഞെടുത്തിട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു. ഏതുപോലെ പള്ളികളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വീട് എന്ന് പറയുന്നത് പോലെ ബൈത്തുല്ലാ, അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു താമസിക്കുന്ന വീട് എന്നാ? അല്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം എന്നാണ്. അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയും വിശ്വാസികളെക്കുറിച്ച്. പ്രവാചകനെ സംബന്ധിച്ചൊക്കെ മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ അടിമയല്ലാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ്. എന്നതുപോലെ എൻ്റെ റൂഹ് എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിയാണത്. അല്ലാതെ അതൊരിക്കലും അള്ളാഹുവിൻ്റെ ഭാഗമല്ല, അവൻ്റെ സിഫാത്തിൻ്റെ ഭാഗമല്ല. അവൻ്റെ സൃഷ്ടിയായ റൂഹിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ. ഫസജദൽ മലായികതു, എല്ലാ മലക്കുകളും, കുല്ലുഹും എല്ലാവരും, അജ്മഊൻ, അജ്മഊൻ എന്ന് പറഞ്ഞാൽ ജമീഅൻ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. കാരണം അള്ളാഹുവിൻ്റെ ഓർഡറാണ്. മലക്കുകളുടെ പ്രത്യേകത എന്താണ്? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അനുസരണക്കേട് കാണിക്കൂല, അള്ളാഹു എന്ത് പറഞ്ഞാലും അനുസരിക്കും. അതാണ് മലക്കുകളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബ, അവൻ വിസമ്മതിച്ചു. അബ യഅബ ഇബാഅൻ വ ഇബാഅത്തൻ എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുക. അബ, അവൻ വിസമ്മതിച്ചു. അൻ യകൂന, അവനായിത്തീരാൻ. ആരുടെ കൂട്ടത്തിൽ? മഅസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിത്തീരാൻ ഇബ്ലീസ് വിസമ്മതിച്ചു. അപ്പോൾ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ തത്വം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയാത്തത് മറ്റൊരു സ്ഥലത്ത് പറയും. സ്വാഭാവികമായും ഈ ആയത്ത് ഓതുമ്പോൾ ആദ്യം മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരും എന്താണ്? എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അപ്പോൾ ഇബ്ലീസ് മലക്കായിരുന്നു, പക്ഷേ ഇബ്ലീസ് അനുസരണക്കേട് കാണിച്ചു. ബാക്കി എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു, ഇബ്ലീസ് എന്ന മലക്ക് സുജൂദ് ചെയ്തില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവുക. എന്നാൽ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു, മലക്കല്ല. എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞതിനോട് അനുസരണക്കേട് കാണിച്ചു. മലക്കായിരുന്നെങ്കിൽ അനുസരണക്കേട് കാണിക്കൂല. അപ്പോൾ മലക്കുകളുടെ അനുസരണവും ജിന്നുകളുടെയും മനുഷ്യൻ്റെയും അനുസരണക്കേടും കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇബ്ലീസ് അനുസരിച്ചില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇബ്ലീസ് ജിന്നാണ്, ജിന്നുകൾക്ക് അതിന് കഴിയും. ആ നിലക്കാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത്, അത് പറയാനാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ, അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ളുഹു ബഅ്ളാ, ഖുർആനിൽ ഒരായത്ത് മറ്റൊരായത്തിന് വ്യാഖ്യാനം നൽകും. ആ വ്യാഖ്യാനം അറിഞ്ഞുകൊണ്ട് വേണം പറയാൻ. അബ അൻ യകൂന മഅസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അവൻ വിസമ്മതിച്ചു. ഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞു, യാ ഇബ്ലീസു, ഓ ഇബ്ലീസ്, മാലക, നിനക്കെന്തു പറ്റി? അല്ലാ തകൂന മഅസ്സാജിദീൻ, എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടില്ല? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വീണ്ടും ഉണ്ടാകും. എന്താണ്? എന്തിനാണ് അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുന്നത്? അള്ളാഹു മലക്കുകളോടല്ലേ പറഞ്ഞത്? എന്ത്? വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖും ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ ഫഇദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ എന്ന് മലക്കുകളോടല്ലേ പറഞ്ഞത്. പിന്നെ ഇബ്ലീസ് എന്തിനാണ് സുജൂദ് ചെയ്യേണ്ട ആവശ്യം? അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ളുഹു ബഅ്ളാ. സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, മാ മനഅക അൻ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്താ കേൾക്കാതിരുന്നത്? അപ്പോൾ ഇബ്ലീസിനോട് വേറെ പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസിനോട് വേറെ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് അധ്യായത്തിലുള്ളത്? സൂറത്തുൽ അറാഫിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്?
മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ഇബ്ലീസിനോട് പറഞ്ഞപ്പോൾ അവൻ അനുസരണക്കേട് കാണിച്ചു. കാരണം അബ എന്നാണ് ഇവിടെ പറഞ്ഞത്, അവൻ വിസമ്മതിച്ചു. അപ്പോൾ വിസമ്മതിക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം ആവശ്യപ്പെടണമല്ലോ, അപ്പോഴല്ലേ വിസമ്മതം ഉണ്ടാവുള്ളൂ. സമ്മതവും വിസമ്മതവും ഉണ്ടാവണമെങ്കിൽ ഒരു അമ്ര, ഒരു കൽപ്പന വേണം. അപ്പോൾ ആ കൽപ്പന അവിടെ ഉണ്ടായിട്ടുണ്ട്, അത് ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞത് എന്താണ്? എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ല. പിന്നെയോ ഇബ്ലീസ് പറഞ്ഞത് ഖാല ലം അകുൻ ലി അസ്ജുദ ലി ബശരിൻ, ഞാനൊരു മനുഷ്യന് സുജൂദ് ചെയ്യൂല. ഖലഖതഹു, നീ അവനെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കളിമണ്ണിൽ നിന്ന് നീ സൃഷ്ടിച്ച മനുഷ്യന് ഞാൻ സുജൂദ് ചെയ്യൂല. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞ വാദം എന്താണ്? ചില ആളുകൾ പറയൂ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് ഇബ്ലീസിൻ്റെ വാദമാണെന്ന് പറഞ്ഞു. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ വാദമാണ്. കാരണം മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസാണ് സമ്മതിക്കാത്തത്. അതേപോലെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ സലഫികൾ പറയുമെന്ത്, അത് പറ്റൂല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് തന്നെയാണ് ഇബ്ലീസും പറഞ്ഞത് എന്ന്. മഅദല്ലാ, ഇബ്ലീസ് അറിഞ്ഞിട്ടില്ല. അത് ഇബ്ലീസിന് പോലും ഇല്ലാത്ത വാദമാണ് ഈ ആളുകൾ പറയുന്നത്. ഇബ്ലീസ് പറഞ്ഞത് മനുഷ്യന് ഞാൻ സുജൂദ് ചെയ്യൂല എന്നാണ്. അല്ലാതെ അള്ളാഹുവേ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിൻ്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ട് ഞാനൊരു മുവഹിദാണ്, അതുകൊണ്ട് ഞാൻ സുജൂദ്, അങ്ങനെ ഇബ്ലീസ് പറഞ്ഞ്, ഇബ്ലീസ് അങ്ങനെയല്ല പറഞ്ഞത്. ഇബ്ലീസ് പറഞ്ഞത് മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യൂല എന്നാണ്. അപ്പോൾ ഇബ്ലീസിന് പോലും ഇല്ലാത്ത വാദവും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും നടക്കുന്നത്. ഇവിടെ സുജൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദരവിൻ്റെ സുജൂദാണ്, ആരാധനയുടെ സുജൂദല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വരെയുള്ള ഉമ്മത്തുകളിൽ അള്ളാഹു അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അത് ഹറാമാക്കിയതാണ്. ഈ കാര്യമൊക്കെ പല സന്ദർഭങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അടുത്ത ദർസ് ഇൻഷാ അള്ളാഹ് അടുത്ത ബുധനാഴ്ച, നമുക്കറിയാം പെരുന്നാൾ ദിവസങ്ങളാണ്, അതുകൊണ്ട് അടുത്ത ബുധനാഴ്ച ദർസ് ഉണ്ടാവുകയില്ല. അത് കഴിഞ്ഞ് പിന്നീടുള്ള ബുധനാഴ്ച ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ് ഉണ്ടാകും. അത് പക്ഷേ ഇശാ നമസ്കാരത്തിന് ശേഷമായിരിക്കില്ല, മറിച്ച് 7:45 മഗ്രിബിൻ്റെയും ഇശാഇനും ഇടയിലുള്ള സമയത്തായിരിക്കും നമ്മുടെ ദർസ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ എല്ലാ ബറക്കത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടിയുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും കെടുതികളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിലും വീടുകളിലും അല്ലാഹു സമാധാനവും സുരക്ഷിതത്വവും നൽകുമാറാകട്ടെ. നമ്മുടെ ഭരണാധികാരികൾക്ക് എല്ലാവിധ ഖൈറാത്തുകളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. കുതന്ത്രം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.